ഇന്നലെ രാത്രി ഏകദേശം 11:30 കീഴല്ലൂർ പഞ്ചായത്തിൽ, അതായത് മട്ടന്നൂർ നഗരസഭയുടെ കീഴല്ലൂർ പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിൽ തേക്കിൻകാട് തെളുപ്പ് തേക്കിൻകാട് മേഖലയിൽ ഇത്തരത്തിൽ കനാൽ പൊട്ടിയിരിക്കുന്നത്. 2018 ഇതിന് സമാനമായ രീതിയിൽ തന്നെ കനാലിൽ ഇത്തരം പൊട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പൂർണ്ണമായും കനാൽ റോഡ് രണ്ടായി പിളരുകയും കനാലും കുത്തിയൊലിച്ച് വെള്ളം സമീപത്തെ വീടുകളിലേക്ക് ഒഴുകുന്നൊക്കെയുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലേക്കൊരു കാഴ്ചകൾ തന്നെയാണ് ഇത്തവണ ഈ പ്രളയവും ഈ നാട്ടുകാർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കനാൽ രണ്ടായി പിളർന്ന് ഒരു വശത്തേക്ക് ശക്തമായി വെള്ളം ഒഴുകി ഇപ്പോൾ ഏകദേശം 4 വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. അതുകൂടാതെ ഒരു വീട്ടിലേക്ക് വെള്ളം കയറുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഈ വീടുകളിലുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഉടൻ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി ഈ മേഖലയിലുള്ള ആളുകളെ, ദുരിതബാധ നേരിട്ടിരിക്കുന്ന ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് കൂടിയായ അനിയാട്ട് നമ്മളോട് ചേരുക. അനിയാട്ട്, ഇതെന്താണ് സംഭവം ഉണ്ടായെന്ന്? ഇന്നലെ രാത്രി ഒരു 11 മണിയോട് അടുത്താണ് നമ്മളെ ഈ പഴശ്ശി ഇറിഗേഷൻ കനാലിന്റെ റോഡ് ഉൾപ്പെടെയുള്ള സൈഡ് തകർന്നു. 2 ഭാഗത്തേക്കും വെള്ളം, പിന്നെ 2 ഭാഗത്തെയും വീടുകളിലേക്ക് ഒരു 10ഓളം വീടുകളെ ഇന്നലെ രാത്രി തന്നെ മാറ്റി പാർപ്പിച്ചു. നിരവധി വീട്ടുപകരണങ്ങളെല്ലാം വലിയ സാമ്പത്തിക നഷ്ടമാണ്. വീട്ടുപകരണം, ഫ്രിഡ്ജ്, മറ്റുള്ള ഉൾപ്പെടെയുള്ള ഒരുപാട് വീട്ടുപകരണങ്ങൾ, ഒരു വീട്ടിലെ ഒരു ഇലക്ട്രിക്കൽ ഓട്ടോ, ഒരു കാറ്, ഇതെല്ലാം ഇപ്പോൾ വെള്ളത്തിന്റെ അടിയിലാണ്. അങ്ങനെ വലിയ ഒരു നാശനഷ്ടം കൂടി സംഭവിച്ചിട്ടുണ്ട്. ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ രാത്രി വളരെ ഒരു വലിയ ഭയാനകമായ രീതിയിലുള്ള സംഭവമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇറിഗേഷന്റെ കനാലാണ് പൊട്ടിയത്. സമാനമായ സംഭവം ഒരു 2 വർഷം മുമ്പ് തൊട്ടടുത്ത പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇതേ അവസ്ഥയാണ്. അപ്പോൾ ഇതിപ്പോൾ ജനങ്ങളിപ്പോൾ ഇറിഗേഷൻ്റെവരും മറ്റേ ഉദ്യോഗസ്ഥന്മാരും തഹസിൽദാറെല്ലാം ഇന്നലെ രാത്രി വന്നിരുന്നു. 10ഓളം കുടുംബങ്ങൾ ഇന്നലെ രാത്രി തന്നെ അവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ഉള്ളത്. മുക്കാഭാഗം പോലും വെള്ളം മുങ്ങിയിട്ടാണ് വീടുകൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലാണുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഇറിഗേഷൻ്റെ അവരുടെ ബന്ധപ്പെട്ട് ഇതിനാവശ്യമായ പരിഹാരം, ഈ വെള്ളം ഒഴിവാക്കാൻ ആവശ്യമായ ഒരു നടപടി സ്വീകരിക്കണം. വെള്ളം എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മാത്രമേ വീടുകളെല്ലാം തന്നെ മാറൂ. അല്ലെ ഒരുപാട് നഷ്ടങ്ങൾ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ദുരിതാശ്വാസ ഈ സമയത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഒരാളെന്നല്ലേ ചോദിക്കണം. സാധാരണഗതിയിൽ ആ വീടുകളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു സമയം കൊണ്ടത് മെല്ലനെ കയറുന്നത് കാണാം. പക്ഷെ ഇതൊരു പൊടുങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവമായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് പ്രവർത്തനം? അതെ, അത് പെട്ടെന്നാണ്. ഇപ്പോൾ ഒരു 11 മണി അടുത്ത് ഒരു വീട്ടിലെ ഒരാളാണ് പെട്ടെന്ന് മുറ്റത്തേക്ക് വെള്ളം വരുന്നത് കാണുന്നത്. നമുക്കൊരു സാധാരണ തോടിന്റെ സൈഡോ അങ്ങനെ വെള്ളം കയറുന്ന പ്രതീക്ഷയുള്ള, വളരെ പെട്ടെന്നാണ്, അപ്രതീക്ഷിതമായിട്ടാണ് ഈ സംഭവം സംഭവിക്കുന്നത്. പക്ഷെ എപ്പോൾ തന്നെ നമ്മളെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ഈ വീടുകളിലെ ആളുകളെ കിട്ടാവുന്ന സാധനങ്ങളെല്ലാം വീടിന്റെ മുകൾ നിലയിലേക്ക് മാറ്റി ആളുകളെല്ലാം തന്നെ അപ്പുറത്തെ വീടുകളിലേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായി. 2 സൈഡിലും വലിയ രീതിയിലുള്ള സൗണ്ടോട് കൂടിയിട്ടാണ് നമ്മളെ സൈഡ് കനാലിന്റെ സൈഡ് ഭിത്തി പൊട്ടിയിട്ടാണ് ഒരു ഭാഗത്തേക്ക് വെള്ളം പോയി. ഒരു കാതർ എന്നവരുടെ വീടിന്റെ മതിലുൾപ്പെടെ ഇടിച്ചിട്ടാണ് അവരെ ആ ഭാഗത്തേക്ക് പോയത്. ഇപ്പോഴത്തെ ഉത്തമൻ, ഒരു ആശാ വർക്കർ ഷീവ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടിലേക്ക് വെള്ളം കയറിയിട്ട് 10ഓളം കുടുംബങ്ങളെ ഇപ്പോൾ ഇവിടെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ. ഈ റോഡ് വീണ്ടും ഒരു അപകടാവസ്ഥ തന്നെയാണ്. ഏത് സമയവും ഇടിയുന്നൊരു തൊട്ടപ്പുറത്തുള്ള മണ്ണാണെങ്കിലും ഇടിയുന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഇതിപ്പോ കനാല് ഇപ്പം ചെയ്യാനിപ്പോൾ നമ്മൾ ഇറിഗേഷൻ്റെവരും കൂടി വന്നുകൊണ്ട് അവരോട് നടപടി ഇത് പുതുക്കിയിട്ട് ഇത് മൊത്തം മണ്ണ് നീക്കം ചെയ്ത് പുതുക്കി പണിതാൽ മാത്രമേ ഒരു അപകട ഭീഷണി, ഇതിപ്പോൾ ഒരു അപകട ഭീഷണിയിലാണ് ഉള്ളത്. ഇതിപ്പം ഒരുപാട് നമ്മളെ മട്ടന്നൂരിൽ നിന്ന് പിന്നെ വേങ്ങാടേക്കും വളയാൽ ഉൾപ്പെടെയുള്ള വണ്ടി വാഹനങ്ങൾ നിരവധി സഞ്ചരിച്ചു പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴി തന്നെയാണ്. നിരവധി വാഹനങ്ങൾ പോകുന്ന സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്ന വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പുതിയ റോഡ് ഉണ്ടാക്കിയാൽ മാത്രമേ ഈ അപകട ഭീഷണി ഒഴിവാകൂ. അല്ലെങ്കിൽ വീണ്ടും ഇത് അപകട ഭീഷണിയിലേക്ക് പോകും. ഇപ്പോഴും ഇത് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനായ നടപടി ഉദ്യോഗസ്ഥന്മാർ ചെയ്യണം. ഇന്നത്തെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാത്രി തന്നെ ഒരു 3 മണിവരെ ഇവിടെ ഈ പുലർച്ചെ 3 മണിവരെ അവരെല്ലാം ഉണ്ടായിരുന്നു. പോലീസും ഫയർഫോഴ്സും വില്ലേജ് ഓഫീസറും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇറിഗേഷനവരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് നടപടി സ്വീകരിക്കേണ്ടത്. അവർ വന്നിട്ടുടനെ മറ്റു നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇതാണ് സാഹചര്യം. ഈ ഒരു മേഖല ഇപ്പോൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, റോഡൊക്കെ ഏകദേശം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ മേഖല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ഉൾപ്പെടെ ഏറെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു പ്രശ്നം എത്തിച്ചിരിക്കുന്നത്. ഈ കനാൽ തകർന്നുണ്ടായ അപകടത്തിൽ പ്രശാന്താട്ടൻ ഈ പ്രദേശവാസിയാണ്. ഇദ്ദേഹത്തിന്റെ വീടും ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം വെള്ളത്തിൽ മുങ്ങിയൊരു സാഹചര്യമാണ്. എന്തായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്? രാത്രി നമ്മളൊരു 10 മണിക്ക് കിടന്നതാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വെള്ളം കയറുന്നിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളെ മുറ്റത്തൊന്നും വെള്ളമില്ല. ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ വെള്ളമുണ്ട്. ഞാൻ വന്ന് കിടത്തോളം നോക്കുമ്പോൾ എനിക്ക് തോന്നി കനാൽ പൊട്ടിയിട്ട് തന്നെയാണ് വെള്ളം കുടുങ്ങിയിട്ടുള്ളത്. വന്ന് കനാൽമേൽ വന്ന് പോകുമ്പോഴത്തേനും വീട്ടിൽ രാത്രിക്ക് വെള്ളം കയറി. അപ്പോൾ പിന്നെ അപ്പുറമുള്ള വീട്ടിലെ എത്തി അമ്മേന് കിടപ്പ് രോഗിയാണ്. ഓരയെടുത്ത് തൊട്ടപ്പുറം വീട്ടുണ്ട്. വീട്ടിലേക്ക് മാറ്റി നമ്മളും എല്ലാം കിട്ടുന്ന സാധനം എടുത്തിട്ട് പോയി. സാധനങ്ങളെടുത്ത് മാറ്റാൻ പറ്റിയ സമയമുണ്ടായിരുന്നു. വെള്ളം തന്നെ അപ്പോഴേക്കും വെള്ളം കയറിയതിന് മൊത്തം വീട്ടുപകരണങ്ങളിലും വെള്ളത്തിൽ തന്നെയാണ്. വീട്ടുപകരണം വെള്ളത്തിലാണുള്ളത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും വന്നിരുന്നു?
തഹസിൽദാരൻ ഇന്നലെ രാത്രി വന്നിന്, വില്ലേജ് ഓഫീസും തഹസിൽദാരൻ രാത്രി ഇന്നലെ വന്നിന്, ഇന്ന് രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പം പെട്ടെന്ന് ഇനിയിപ്പം വെള്ളം മാറി താമസിക്കലും ആവൂല. ഇവിടെ താമസിക്കുന്ന താമസിക്കുമ്പോൾ തൊട്ടടുത്ത് മുള വീട്ടുണ്ട്, മുള വീട്ടിലേക്ക് മാറി രാത്രി. ഈ ഒരു സാഹചര്യത്തിലാണല്ലോ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള വെള്ളം അടിയന്തരമായി നീക്കം ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ വീടുകളിലേക്ക് വീണ്ടും കയറാനുള്ള ഒരു സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് പെട്ടെന്നുണ്ടായ ഒരു ദുരന്തമായതുകൊണ്ട് തന്നെ വീട്ടുപകരണങ്ങളടക്കമുള്ള മറ്റ് സാധന സാമഗ്രികളൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് നിൽക്കാൻ പോലും കൃത്യമായ ഒരു സമയം ലഭിക്കാത്തൊരു സാഹചര്യമായിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ കയറിയിരിക്കുന്ന വെള്ളം നീക്കാനുള്ള നടപടികൾ ഇറിഗേഷന്റെ ഭാഗത്തുനിന്നുണ്ടാണെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അടിയന്തരമായി ഉദ്യോഗസ്ഥരെത്തി ഇതിനുള്ള പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ആ പ്രതീക്ഷയാണ് നമ്മോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. സംഭവ സ്ഥലത്തു നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം സിസ്ലീഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.